സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. സോ നമ്മൾ ഇമ്മ്യൂണോളജിയുടെ ടോപ്പിക്സാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് വാക്സിനേഷൻ. ഓക്കെ, സോ എന്താണ് വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇൻറ്റൻഷണൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് a harmless or less harmful form of a pathogen to induce a specific immune response that protects the individual against later exposure to the same pathogen. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ തന്നെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. എന്താണ് പാത്തോജൻ എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മളൊരു ഡിസീസ് കോസ് ചെയ്യുന്നൊരു മൈക്രോ ഓർഗാനിസത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പാത്തോജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു പാത്തോജൻ്റെ ഹാംലെസ് അല്ലെങ്കിൽ ലെസ് ഹാംഫുൾ ആയുള്ള ഫോം നമ്മൾ ബോഡിക്ക് ഇഞ്ചെക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്? ഇൻറ്റൻഷണലായിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? വേണമെന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇഞ്ചെക്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ബോഡിയിൽ സ്പെസിഫിക് ആയുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്താൽ എന്തുണ്ടാവുക? ലേറ്റർ അതേ സെയിം പാത്തോജൻ നമ്മളെ ബോഡീനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊരു നമുക്ക് എന്ത് ചെയ്യുക? അത് നമ്മളെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളൊരു പാത്തോജൻ നമ്മളെ ബോഡീനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുക? ബോഡിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? പാത്തോജൻ എന്താണ്? ആൻറ്റിജനാണ്. അപ്പോൾ അത് നമ്മൾ ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൻറ്റിബോഡി എന്ത് ചെയ്യുന്നു? ലേറ്റർ നമുക്ക് ആ ഡിസീസ് സെയിം വൈറസ് നമ്മളെ ബോഡീനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആൻറ്റിബോഡി അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ആൻറ്റിബോഡി എന്ത് ചെയ്യും? അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് നമ്മളെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതാണ് ബേസിക് ആയുള്ള ഈ വാക്സിനേഷൻ്റെ ബേസിക് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷണൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ഹാംലെസ് ഓർ ലെസ് ഹാംഫുൾ ഫോം. ശരിക്കുമുള്ള അത്രയും വിർലൻ്റ് ആയുള്ള ഫോം അല്ല കൊടുക്കുന്നത്, ഹാംലെസ് അല്ലെങ്കിൽ ലെസ് ഹാംഫുൾ ആയുള്ള ഫോമിനാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്താൽ തന്നെ നമുക്ക് എന്തുണ്ടാവും? ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവും, ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യും ബോഡിയിൽ. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? ഇൻഡിവിജ്വലിന് ലേറ്റർ എക്സ്പോഷർ ഉണ്ടാവുന്ന സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ആ ബോഡിക്ക് കേട്ടോ. ഓക്കെ, സോ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബെസ്റ്റ് നോൺ ആൻഡ് മോസ്റ്റ് സക്സസ്ഫുൾ ആയുള്ള ആപ്ലിക്കേഷനാണ്. ആൻഡ് ഓൾസോ ഫസ്റ്റ് വാക്സിൻ വാസ് നെയിംഡ് ആഫ്റ്റർ വാക്സിന ദ കൗപോസ് വൈറസ്. ആൻഡ് ഓൾസോ ജെന്നറാണ് 200 years എഗോ അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് പാസ്റ്ററിൻ്റെ ഡ്രൈഡ് റാബിസ് ഇൻഫെക്റ്റഡ് റാബിറ്റ് സ്പൈനൽ കോഡ്സ്, അതുപോലെ തന്നെ ഹീറ്റഡ് ആന്ത്രാക്സ് ബസിലിയൊക്കെ എന്ത് ചെയ്തു? ഇപ്പോഴത്തെ വാക്സിൻസിൻ്റെ ഒക്കെ ഒരു മുൻഗാമികളാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ ഡിഫ്തീരിയ, മീസിൽസ്, മംസ്, പെർട്ടൂസിസ്, അതുപോലെ തന്നെ റുബെല്ല, പോളിയോമൈലിറ്റിസ്, ടെറ്റനസ് പോലുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? വാക്സിനേഷൻ വഴി നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോഴും മലേറിയ, ട്യൂബർക്ലോസിസ്, അതുപോലെ തന്നെ എയ്ഡ്സ് പോലുള്ള ഡിസീസിനൊന്നും വാക്സിൻസ് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് വാക്സിനേഷൻ? നമുക്ക് നോക്കാം. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് വാക്സിനേഷൻ? വാക്സിനേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്? സോ നോക്കാം. അതിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. നമ്മളെ ബോഡിയിൽ പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എങ്ങനെയാണ്? ബൈ ഇൻഡ്യൂസിങ് എ മെമ്മറി റെസ്പോൺസ്. ഒരു മെമ്മറി റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെ ബോഡിയിലെ BNT ലെംഫോസൈറ്റ്സിൽ മെമ്മറി റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ആൻറ്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു മെമ്മറി സെൽസ് ഉണ്ടാവുന്നു. മെമ്മറി സെൽസിൽ എന്തുണ്ടാവും? പിന്നീട് അസുഖം വരുമ്പോഴും എന്തുണ്ടാവും? അല്ലെങ്കിൽ അസുഖത്തിൻ്റെ പാത്തോജൻ എൻട്രി ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ഈ മെമ്മറി സെൽസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അസുഖത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ്സ് പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് ബൈ ഇൻഡ്യൂസിങ് എ മെമ്മറി റെസ്പോൺസ് ടു ഇൻഫെക്റ്റീവ്സ് മൈക്രോ ഓർഗാനിസം യൂസിങ് എ നോൺ ടോക്സിക് ആൻറ്റിജൻ പ്രിപ്പറേഷൻ. നോൺ ടോക്സിക് ആയുള്ള ആൻറ്റിജൻ പ്രിപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഒരു മെമ്മറി റെസ്പോൺസ് നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അവിടെ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നു. ഓക്കെ, സോ ആൻറ്റിബോഡി അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ എയിംസ് ഓഫ് വാക്സിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഇൻഡ്യൂസ് മെമ്മറി ഇൻ T and B ലിംഫോസൈറ്റ്സ് ത്രൂ ദ ഇഞ്ചക്ഷൻ ഓഫ് എ നോൺ വിറുലൻറ്റ് ആൻറ്റിജൻ പ്രിപ്പറേഷൻ. അവിടെ നോൺ വിറുലൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിജൻ പ്രിപ്പറേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? T and B ലിംഫോസൈറ്റ്സിനെ കുറിച്ച് നമുക്ക് ലേറ്റർ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ T and B ലിംഫോസൈറ്റ്സിൽ മെമ്മറി ഇൻഡ്യൂസ് ചെയ്യുന്നു. അതാണ് എന്ത് പറയുന്നത്? വാക്സിനേഷൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഇമ്മ്യൂണൈസേഷൻ നോക്കാം. സോ വാട്ട് യു മീൻ ബൈ ഇമ്മ്യൂണൈസേഷൻ? ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എ സ്റ്റേറ്റ് ഓഫ് ഇമ്മ്യൂണിറ്റി ഇൻ ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? എന്താ പറയുന്നത്? ഇമ്മ്യൂണൈസേഷൻ. ആ പേഴ്സൺ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരാളിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ആ പ്രോസസ്സിനാണ് പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ. സോ രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആൻഡ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ പാസീവ് ഇമ്മ്യൂണൈസേഷൻ? പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അക്വിസിഷൻ ഓഫ് ഇമ്മ്യൂണിറ്റി ബൈ റിസീപ്റ്റ് ഓഫ് പെർഫോംഡ് ആൻറ്റിബോഡീസ് റാദർ ദാൻ ബൈ ആക്റ്റീവ് പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡീസ് ആഫ്റ്റർ എക്സ്പോഷർ ടു ദ ആൻറ്റിജൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്താ ചെയ്യുന്നത്? ഓൾറെഡി ഒരു ഓർഗാനിസത്തിൽ നമ്മൾ ആൻറ്റിജൻ കൊടുത്തിട്ട് അവിടെ ഉണ്ടാകുന്ന ആൻറ്റിബോഡീസിനാണ് വേറൊരു ഇൻഡിവിജ്വലിലേക്ക് കൊടുക്കുന്നത്. അവിടെ
ഓൾറെഡി പെർഫോം ചെയ്ത ആൻറ്റിബോഡീസിനെയാണ് കൊടുക്കുന്നത് ഒരാൾക്ക്. അല്ലാതെ നമ്മൾ നേരിട്ട് ആൻറ്റിജൻ പ്രിപ്പറേഷനെ കൊടുക്കുകയല്ല ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? പെർഫോംഡ് ആയുള്ള ആൻറ്റിബോഡീസിന് നമ്മൾ കൊടുക്കുന്നത് റാദർ ദാൻ ആക്റ്റീവ് പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡീസ്. എക്സ്പോഷർ ഒരു ആൻറ്റിജനെ കൊടുത്തതിന് ശേഷം അവിടെ ആൻറ്റിബോഡീസിന് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? ഓൾറെഡി പെർഫോം ചെയ്തിട്ടുള്ള ആൻറ്റിബോഡീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇമ്മ്യൂണൈസേഷൻ നടത്തുന്നത്. അതിനാണ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റുകൾ 2 പേരാണ്, എമിൽ വോൺ ബെറിങ് ആൻഡ് ഹെഡസാബുറോ കിറ്റസാറ്റോ എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റുകളാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തു? അവരെന്താണ് കാണിച്ചത്? ഇമ്മ്യൂണിറ്റി എലിസിറ്റഡ് ഇൻ വൺ എനിമൽ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു അനദർ ബൈ ഇൻഫെക്റ്റിംഗ് ഇറ്റ് വിത്ത് സീറം ഫ്രം ദ ഫസ്റ്റ്. അവരെന്ത് പറഞ്ഞു? ഇമ്മ്യൂണിറ്റി എലിസിറ്റഡ് ഇൻ വൺ എനിമൽ, ഒരു എനിമലിൽ ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു എനിമലിലേക്ക് ഈ ഇമ്മ്യൂണിറ്റി ഉണ്ടായുള്ള ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ എനിമലിൻ്റെ സീറം കുത്തിവെച്ചാൽ, മറ്റേ എനിമലിൽ കുത്തിവെച്ചാൽ എന്തുണ്ടാവും? അവരിലുണ്ടായുള്ള ഇമ്മ്യൂണിറ്റിനെ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു എനിമലിൽ ഉണ്ടാവുന്ന ഒരു പാർട്ടിജൻ വരുമ്പോൾ ഉണ്ടാവുന്ന ആൻറ്റിബോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എനിമലിലെ സീറം എടുത്തിട്ട് വേറെ എനിമലിലേക്ക് കുത്തിവെക്കുന്നു. ആ ആൻറ്റിബോഡിയാണ് കുത്തിവെക്കുന്നത് കണ്ട്. ഓക്കെ, അങ്ങനെയാണ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിബോഡീസ് ആണ് റെസിപ്പിയൻറ്റിക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഒക്കേഴ്സ് നാച്ചുറലി ബൈ ട്രാൻസ്ഫർ ഓഫ് മെറ്റേണൽ ആൻറ്റിബോഡീസ് അക്രോസ് ദ പ്ലാസൻറ്റ ടു ദ ഡെവലപ്പിംഗ് ഫീറ്റസ്. ഈ സംഭവം എന്ത് ചെയ്യുന്നുണ്ട്? നാച്ചുറലി ഒക്കർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മളെ ബോഡിയിൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഫീറ്റസിലേക്ക് മദറിൻ്റെ ആൻറ്റിബോഡീസ്, മെറ്റേണൽ ആൻറ്റിബോഡീസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാസൻറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പിംഗ് ഫീറ്റസിന് കിട്ടുന്നുണ്ട്. മെറ്റേണൽ ആൻറ്റിബോഡീസ് ടു ഡിഫ്തീരിയ, ടെറ്റനസ്, സ്ട്രെപ്റ്റോകോക്കി, അതുപോലെ തന്നെ എന്തൊക്കെയാണ്? റുബെല്ല, മംസ്, പോളിയോ വൈറസ്, ഇതൊക്കെ എങ്ങനെ കിട്ടുന്നുണ്ട്? ഫീറ്റസിന് കിട്ടുന്നുണ്ട്. ഓക്കെ, കൊളസ്ട്രം, അതുപോലെ തന്നെ മിൽക്ക്, ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് മെറ്റേണൽ ആൻറ്റിബോഡീസ്. കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫസ്റ്റ് മിൽക്ക്, മദറിൽ നിന്ന് വരുന്ന ഫസ്റ്റ് മിൽക്കിനാണ് നമ്മൾ എന്ത് പറയുക? കൊളസ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ മിൽക്കിലൊക്കെ എന്തുണ്ട്? പാസീവ് ഇമ്മ്യൂണിറ്റി കിട്ടാനുള്ള ഒരുപാട് ആൻറ്റിബോഡീസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നാച്ചുറലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി വരുന്നത്, നാച്ചുറലി കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ്, പാസീവ് ഇമ്മ്യൂണിറ്റിയാണ് അതൊക്കെ. ഇനി ഇഞ്ചക്റ്റിംഗ് പെർഫോംഡ് ആൻറ്റിബോഡീസ് ക്യാൻ ഇൻഡ്യൂസ്. അപ്പോൾ അവിടെ കിട്ടുന്ന നാച്ചുറലി നമുക്ക് പാസീവ് ഇമ്മ്യൂണിറ്റി കിട്ടുകയാണ്, ആൻറ്റിബോഡീസിന് നേരിട്ട് കിട്ടുകയാണ്. ഇനി ഇഞ്ചക്റ്റിംഗ് പെർഫോംഡ് ആൻറ്റിബോഡീസ് ക്യാൻ ഇൻഡ്യൂസ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ. നമ്മൾ ഇഞ്ചക്ട് ചെയ്തിട്ട് പെർഫോംഡ് ആൻറ്റിബോഡീസ് ഇഞ്ചക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പാസീവ് ഇമ്മ്യൂണൈസേഷൻ കിട്ടുന്നുണ്ട് അല്ലേ? സോ ബിഫോർ വാക്സിൻസ് ആൻഡ് ആൻറ്റിബോഡീസ് ബിക്കം അവൈലബിൾ, പാസീവ് ഇമ്മ്യൂണൈസേഷൻ വാസ് എ മേജർ ഡിഫൻസ് അഗെയിൻസ്റ്റ് ഇൻഫെക്റ്റഡ് ഡിസീസസ്. അപ്പോൾ നമുക്ക് വാക്സിൻസ് ഒക്കെ ഇൻവെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ, ആൻറ്റിബയോട്ടിക്സൊക്കെ കിട്ടുന്നതിന് മുന്നേ ഈ പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആയിരുന്നു. അതായത് ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാവുന്ന ആൻറ്റിബോഡീസിനെ വേറൊരു ഓർഗാനിസത്തിൽ കുത്തിവെക്കുന്നു. ആ ഒരു പ്രൊസീജിയർ, അതായത് പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആയിരുന്നു പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ പാസീവ് ഇമ്മ്യൂണൈസേഷൻ ചെയ്യുന്നത് നോക്കാം. ഒന്ന്, ഇനബിലിറ്റി ടു സിന്തസൈസ് ആൻറ്റിബോഡി, അതുപോലെ തന്നെ എന്താണ്? ഓർ ഡെഫിഷ്യൻസി ഇൻ സിന്തസിസ് ഡ്യൂ ടു ജെനറ്റൽ അല്ലെങ്കിൽ അക്വയർഡ് ബി സെൽ ഡിഫക്ട്സ് ആൻഡ് അതർ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസീസ്. എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് കാരണം, അക്വയർഡ് ബി സെൽ ഡിഫക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്മ്യൂണോ ഡെഫിഷ്യൻസീസ് കാരണം ഒരാൾക്ക് ആൻറ്റിബോഡീസിന് സിന്തസൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പാസീവ് ഇമ്മ്യൂണൈസേഷൻ ചെയ്യാം. അതായത് ഒരാളിൽ ഉണ്ടായുള്ള ആൻറ്റിബോഡീന് വേറൊരാൾക്ക് ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്ക് കുത്തിവെക്കാം. ഓക്കെ, അതാണ് ഒരാൾക്ക് കൊടുക്കാം. അതിനാണ് എന്ത് പറയുന്നത്? അതൊരു കണ്ടീഷനാണ്, പാസീവ് ഇമ്മ്യൂണൈസേഷൻ ചെയ്യാനുള്ളൊരു കണ്ടീഷനാണ് അത്. രണ്ടാമത്തെ, വെൻ എ സസെപ്റ്റബിൾ പേഴ്സൺ ഈസ് എക്സ്പോസ്ഡ് ഓർ ലൈക്ലി ടു ബി എക്സ്പോസ്ഡ് ടു എ കോംപ്ലിക്കേറ്റഡ് ഡിസീസ് ഓർ ടൈം ഡസ് നോട്ട് പെർമിറ്റ് അഡ്വക്കേറ്റ് പ്രൊട്ടക്ഷൻ ബൈ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ വഴി പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ടൈം ഇല്ല വിചാരിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ പാസീവ് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ വെൻ എ ഡിസീസ് ഈസ് ഓൾറെഡി പ്രസൻറ്റ് ആൻഡ് ആൻറ്റിബോഡി മേ അമിലിയറേറ്റ് ഓർ ഹെൽപ്പ് സപ്രസ് ദ എഫക്ട്സ് ഓഫ് ടോക്സിൻ. അപ്പോൾ ഒരു ഡിസീസ് ഓൾറെഡി പ്രസൻറ്റ് ഉണ്ട്, അപ്പോൾ ഈ ആൻറ്റിബോഡി കൊടുത്താൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ആ ഡിസീസിനെ സപ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൻറ്റിബോഡി ഡയറക്റ്റ് കൊടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോഴ്സിൽ പെർഫോംഡ് ആയുള്ള ആൻറ്റിബോഡി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് ന്യൂട്രലൈസസ് എനി ടെറ്റനസ് ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ക്ലോസ്ട്രിഡിയം ടെറ്റനി ഇൻ ദ വൂണ്ട്. ഒരു വൂണ്ട് വഴി ഉണ്ടാകുന്ന ക്ലോസ്ട്രിഡിയം ടെറ്റനി വഴി ഉണ്ടാക്കുന്ന വൂണ്ട്, ആ വൂണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹോഴ്സിൻ്റെ ആൻറ്റിബോഡി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർഫോംഡ് ഹോഴ്സ് ആൻറ്റിബോഡി വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി പാസീവ് ഇമ്മ്യൂണിറ്റി ഈസ് അക്വയർഡ് ത്രൂ ദ
ഫോളോയിങ് 3 ടൈപ്സ് ഓഫ് ഏജൻറ്റ്സ്. 3 തരത്തിലുള്ള ഏജൻറ്റ്സ് വഴി നമുക്ക് പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ നാച്ചുറൽ മെറ്റേണൽ ആൻറ്റിബോഡി. ഒന്ന് മെറ്റേണൽ ആൻറ്റിബോഡി, അതായത് മദറിൻ്റെ ആൻറ്റിബോഡി ഫീറ്റസിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ലോ അത്. രണ്ടാമത്തെ ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതായത് ആൻറ്റിബോഡി തന്നെ. ആൻഡ് ആൻറ്റിബോഡി കണ്ടെയ്നിങ് സൊല്യൂഷൻ ഡിറൈവ് ഫ്രം ഹ്യൂമൻ ബ്ലഡ്. ഹ്യൂമൻ ബ്ലഡിൽ നിന്ന് കിട്ടുന്ന ആൻറ്റിബോഡി കണ്ടെയ്നിങ് സൊല്യൂഷനാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഒബ്റ്റെയിൻ ബൈ കോൾഡ് എത്തനോൾ ഫ്രാക്ഷനേഷൻ ഓഫ് ലാർജ് പൂൾസ് ഓഫ് പ്ലാസ്മ. പ്ലാസ്മേനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ കോൾഡ് എത്തനോൾ ഫ്രാക്ഷനേഷൻ വഴി എന്ത് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇങ്ങനെ ആൻറ്റിബോഡി കണ്ടെയ്നിങ് സൊല്യൂഷനാണ് കിട്ടുന്നത്, ഹ്യൂമൻ ബ്ലഡിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് അതിനാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റി ടോക്സിൻ. എന്താണ് ആൻറ്റി ടോക്സിൻ എന്ന് പറഞ്ഞാൽ? ആൻറ്റിബോഡി ഡിറൈവ്ഡ് ഫ്രം ദ സീറം ഓഫ് എനിമൽസ് ദാറ്റ് ഹാവ് ബീൻ സ്റ്റിമുലേറ്റഡ് വിത്ത് സ്പെസിഫിക് ആൻറ്റിജൻസ്. ഒരു എനിമലിൽ നമ്മൾ സ്പെസിഫിക് ആയുള്ള ആൻറ്റിജൻ കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന ആൻറ്റിബോഡീനെ, ആ ആൻറ്റിബോഡി നമുക്ക് എന്ത് ചെയ്യാം, ആ സീറം ആനിമലിൻ്റെ സീറം എക്സ്ട്രാക്ട് ചെയ്യാം. അതിനാണ് എന്ത് പറയുക, അപ്പോൾ ആ സീറത്തിൽ എന്തുണ്ടാവും, ആൻറ്റിബോഡി ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൻറ്റി ടോക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പാസീവ് ഇമ്മ്യൂണൈസേഷൻ ഈസ് അഡ്മിനിസ്ട്രേഡ് ടു ഇൻഡിവിജ്വൽസ് എക്സ്പോസ്ഡ് ടു ബോട്ടുലിസം, ടെറ്റനസ്, ഡിഫ്തീരിയ, ഹെപ്പറ്റൈറ്റിസ്, മീസിൽസ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ്, ആൻഡ് റാബിസ്, മീസിൽസ്, ഹെപ്പറ്റൈറ്റിസ്, ഡിഫ്തീരിയ, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ, ടെറ്റനസ്, ബോട്ടുലിസം, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പാസീവ് ഇമ്മ്യൂണൈസേഷൻ ചെയ്യാൻ പറ്റും. ആൻറ്റിസീറം വിച്ച് ഈസ് പാസീവ്ലി അഡ്മിനിസ്ട്രേഡ് ഇസ് എൻ എഫക്റ്റീവ് പ്രൊട്ടക്ഷനാണ് ഫ്രം സ്നേക്ക് ബൈറ്റ്സ് ആൻഡ് ഓൾസോ ബ്ലാക്ക് വിഡോ, സ്പൈഡർ ബൈറ്റ്സ്. അത് കൂടാതെ ഒരു കുട്ടികളുണ്ടാകുന്ന അസുഖമാണ് എന്താണ്, റെസ്പിറേറ്ററി ഫെയിലർ. കുട്ടികൾ റെസ്പിറേറ്ററി ഫെയിലർ ഉണ്ടാവാറുണ്ട്. അതുണ്ടാകുന്നത് റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് ആയുള്ള RSV, ആ വൈറസ് കാരണം ഉണ്ടാകുന്നതാണ്. അതിനൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് എന്ത്, ഈ പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മോണോക്ലോണൽ ആൻറ്റിബോഡീസോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് 2 മോണോക്ലോണൽ ആൻറ്റിബോഡീസ് നമുക്ക് ഈ RSV ഡിസീസിനെതിരെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, ഇമ്മീഡിയറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ ഈ പാസീവ് ഇമ്മ്യൂണൈസേഷൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ട്രാവലേഴ്സിന്, ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പാസീവ് ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്, ഈ പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ത് ചെയ്യുന്നില്ല, നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. അതായത് പിന്നീട് അസുഖം വന്നാൽ അസുഖം നമുക്ക് ഉണ്ടാവും, അല്ലാതെ ഒരു മെമ്മറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, മെമ്മറി റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ബോഡിയിൽ. ഒരു ട്രാൻസിയൻ്റ് ആയ പ്രൊട്ടക്ഷൻ മാത്രമാണ് അവിടെ കിട്ടുന്നുള്ളൂ പാസീവ് ഇമ്മ്യൂണൈസേഷൻ വഴി. ഓക്കെ, പിന്നെ അത് കൂടാതെ ചില റിസ്ക്കുകളുണ്ട് ഇങ്ങനെ പാസീവ് ഇമ്മ്യൂണൈസേഷൻ്റെ അല്ലെങ്കിൽ പാസീവ് പെർഫോംഡ് ആൻറ്റിബോഡീസ് ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് ചില റിസ്ക്കുകൾ ഉണ്ടാവാറുണ്ട്. അതായത് വേറൊരു സ്പീഷീസിൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡി ആണല്ലോ അല്ലേ, അപ്പോൾ റെസിപ്പിയൻ്റ് അങ്ങനെ ആ ആൻറ്റിബോഡിന് വേറെ റെസിപ്പിയൻറ്റിന് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ റെസിപ്പിയൻറ്റിൽ സ്ട്രോങ് റെസ്പോൺസ് ഉണ്ടാവാറുണ്ട്. ആ ഫോറിൻ ആൻറ്റിബോഡിക്ക് എതിരെ എന്തുണ്ടാവാറുണ്ട്, റെസ്പോൺസ് ഉണ്ടാവാറുണ്ട്. അതിന് നമ്മൾ ആൻറ്റി ഐസോടൈപ്പിക് റെസ്പോൺസ് എന്ന് പറയും. അത് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി IgE ആൻറ്റിബോഡി പ്രൊഡ്യൂസ്ഡ് ഇൻ റെസ്പോൺസ് ടു പാസീവ് ആൻറ്റിബോഡിക്ക് എതിരെ ഉണ്ടാകുന്ന IgE ആൻറ്റിബോഡി എന്ത് ചെയ്യുന്നു, ഇറ്റ് ക്യാൻ ലീഡ് ടു മാസ്റ്റ് സെൽ ഡീഗ്രാനുലേഷൻ. അത് എന്തിന് കാരണമാകുന്നു, മാസ്റ്റ് സെൽ ഡീഗ്രാനുലേഷനും അതുപോലെ തന്നെ സിസ്റ്റമിക് അനാഫൈലക്സിന് അത് ലേറ്റർ കാരണമാവുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഇനി ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ നോക്കാം. സോ നമ്മൾ പറഞ്ഞത് പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആണ് പറഞ്ഞത്. രണ്ട് നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കി വയ്ക്കണം. പാസീവ് അവിടെ എന്താണ്, പെർഫോംഡ് ആൻറ്റിബോഡീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഓരോ ഓർഗാനിസിലേക്ക്. ഓക്കെ, ഇനി എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ? ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോൺ ആസ് വാക്സിനേഷൻ. അപ്പോൾ ശരിക്കും വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ആണ്. ഓക്കെ, വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ആണ്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ഇനോക്കുലേഷൻ വിത്ത് മൈക്രോബിയൽ പാത്തോജൻസ് ദാറ്റ് ഇൻഡ്യൂസ് ഇമ്മ്യൂണിറ്റി ബട്ട് ഡു നോട്ട് കോസ് ഡിസീസ് ഓർ വിത്ത് ആൻറ്റിജനിക് കമ്പോണൻസ് ഫ്രം ദ പാത്തോജൻസ്. ഓക്കെ, എന്താണ് പറയുന്നത് അവിടെ, മൈക്രോബിയൽ പാത്തോജൻസിന് നമ്മൾ നേരിട്ടിട്ട് മൈക്രോബിയൽ പാത്തോജൻസിന് എന്ത് ചെയ്യുന്നു, ഇമ്മ്യൂണിറ്റി കോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കുള്ള പാത്തോജൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്തോജൻസിനെ നേരിട്ടിട്ട് ഇഞ്ചെക്ട് ചെയ്യുക. അല്ലാതെ ആൻറ്റിബോഡീസിനല്ല ഇഞ്ചെക്ട് ചെയ്യുന്നത്, പാത്തോജൻസിനെ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, അവിടെ അതിനെതിരായിട്ടുള്ള ഒരാൾക്ക് നമ്മൾ പാത്തോജൻസിനെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയായിരിക്കും. അപ്പോൾ അയാളുടെ ബോഡിയിൽ എന്തുണ്ടാവും, ആ പാത്തോജനെതിരായിട്ടുള്ള ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യും. ഈ ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് അസുഖം വരുമ്പോൾ അയാൾക്ക് അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും, ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ കൂടാതെ മെമ്മറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാലം അസുഖത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സോ ദ ഗോൾ ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് ടു എലിസിറ്റ് പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഇമ്മ്യൂണോജനിക് മെമ്മറി. ആ 2 ടേംസ് ഓർത്ത് വയ്ക്കുക. അവിടെ എന്താണ് എൻ്റെ ഗോൾ എന്ന് പറയുന്നത്, പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും ഇമ്മ്യൂണോജനിക് മെമ്മറിയും ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നെയിം പറയുന്ന പോലെ തന്നെ എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുമ്പോൾ, ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, വാക്സിനേഷൻ വഴിയാണ് നടക്കുന്നത്. അവിടെ ഒരു ആക്റ്റീവ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഇൻ ദ പ്രോലിഫറേഷൻ ഓഫ് ആൻറ്റിജൻ സെൻസിറ്റീവ് T and B ലിംഫോസൈറ്റ്സ്. അവിടെ എന്താണ് പ്രോലിഫറേറ്റ് ചെയ്യുന്നത്, T and B ലിംഫോസൈറ്റ്സിനെയാണ് പ്രോലിഫറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നു. ഓക്കെ,
കൂടാതെ അവിടെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഈ ടി ആൻഡ് ബി ലിംഫോസൈറ്റ്സിന് പ്രോളിഫറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നു, മെമ്മറി സെൽസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ബൈ ആർട്ടിഫിഷ്യൽ മീൻസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഫോളോയിങ് സ്ട്രാറ്റജീസ്. നമുക്ക് ഒരുപാട് മെത്തേഡുകളിൽ എങ്ങനെ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് സ്ട്രാറ്റജീസ്? ഒന്ന്, അറ്റന്വേറ്റഡ് ഓർഗാനിസംസ്, അതായത് അറ്റന്വേറ്റഡ് ഓർഗാനിസത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വിറുലൻ്റ് വാക്സിൻസ്, അതായത് അല്ലെങ്കിൽ എന്താണ് ഇനാക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അറ്റന്വേറ്റഡ് ഫോമിലുള്ള ഓർഗാനിസിന് നമുക്ക് പാത്തോജനായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് വിറുലൻ്റ് അല്ലെങ്കിൽ അറ്റന്വേറ്റഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ഇനാക്റ്റീവേറ്റഡ് ഓർഗാനിസം അല്ലെങ്കിൽ കിൽഡ് ഓർഗാനിസിനെ കൊടുക്കാൻ പറ്റും. മൂന്നാമത്തെ, പ്യൂരിഫൈഡ് മൈക്രോബിയൽ മാക്രോമോളിക്യൂൾസ്, പ്യൂരിഫൈഡ് ആയുള്ള മൈക്രോബിയൽ മാക്രോമോളിക്യൂൾസിനെ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. ക്ലോൺഡ് മൈക്രോബിയൽ ആൻറ്റിജൻസ്, സിന്തറ്റിക് പെപ്റ്റൈഡ്സ്, ആൻറ്റി ഇഡിയോടൈപ്പിക് ആൻറ്റിബോഡീസ്, അതുപോലെ തന്നെ മൾട്ടിവാലൻറ്റ് കോംപ്ലക്സസ്, ഇതൊക്കെ കൊടുക്കുന്നത് എന്തിനാണ്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് എന്തുണ്ടാവും, ബോഡിയിൽ മെമ്മറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും, ആൻറ്റിബോഡി ഉണ്ടാവുന്നു. ഓക്കെ, സോ എന്തൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്, അറ്റന്വേറ്റഡ് ഓർഗാനിസം, ഇനാക്റ്റീവേറ്റഡ് ഓർഗാനിസംസ്, അങ്ങനത്തെ അതുപോലെ തന്നെ ഈ 7 കാര്യങ്ങളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ വെൻ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ഈസ് സക്സസ്ഫുൾ, എ സബ്സിക്വൻറ്റ് എക്സ്പോഷർ ടു ദ പാത്തോജനിക് ഏജന്റ് എലിസിറ്റ്സ് എ ഹൈറ്റൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ദാറ്റ് സക്സസ്ഫുള്ളി എലിമിനേറ്റ്സ് ദ പാത്തോജൻ ഓർ അറ്റ്ലീസ്റ്റ് പ്രിവെൻറ്റ്സ് ഡിസീസ് മീഡിയേറ്റഡ് ബൈ ഇറ്റ്സ് പ്രൊഡക്ട്സ്. ഓക്കെ, ഈ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ഒരുപാട് വാരിയസ് ടൈപ്സ് ഓഫ് വാക്സിൻസ് ഹാസ് പ്ലേഡ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ റിഡക്ഷൻ ഓഫ് ഡെത്ത്സ് ഫ്രം ഇൻഫെക്റ്റസ് ഡിസീസസ്. ഒരുപാട് ഡിസീസസിന് എതിരായിട്ടുള്ള എന്താണ് ഡെത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ അസുഖങ്ങൾക്കെതിരെയാണ് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ചെയ്ത് നോക്കാം. ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് ബി, രണ്ടാമത്തെ ഡിഫ്തീരിയ, ടെറ്റനസ്, പെട്രൂസിസ്, പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ വൈറസ്, പോളിയോ വൈറസ്, റോട്ട വൈറസ്, മീസിൽസ്, മംസ്, റുബെല്ല, വാരിസെല്ല, ഇങ്ങനെയുള്ള ഇതൊക്കെ എന്താണ് നമുക്ക് വാക്സിൻ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓരോ മന്ത്സിലാണ് കുട്ടികൾക്ക് കൊടുക്കുക, ജനിച്ച കുട്ടികൾക്ക് ഓരോ മന്ത്സിലായിട്ടാണ് കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ പോളിയോ വൈറസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2ാം മാസത്തിൽ കൊടുക്കുന്നുണ്ട്, 4ാം മാസത്തിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 12 months ആകുമ്പോൾ കൊടുക്കാറുണ്ട്. എന്ത് വേണ്ട കൊടുക്കുന്നത്, അങ്ങനെ ചിലത് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ്ലി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്, ഈ ബോഡിയിൽ അതായത് കുട്ടികളിലെ ഫസ്റ്റ് മന്ത്സ് ഓഫ് ലൈഫിൽ എന്തുണ്ടായിരിക്കും, കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ അവർക്ക് എന്തുണ്ടായിരിക്കും, ഈ മെറ്റേണൽ ആൻറ്റിബോഡീസ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഈ മെറ്റേണൽ ആൻറ്റിബോഡീസ് എന്ത് ചെയ്യും, ഈ വാക്സിനിൻ്റെ എപ്പിടോപ്പിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും, സിമ്പിളി ബൈൻഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കറക്റ്റായുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കിട്ടില്ല. സോ മൾട്ടിപ്പിൾ ആയിട്ട് ടൈംസ് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് ഒരു ശരിക്കുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് അവിടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ മാസങ്ങളിൽ അത് എന്ത് കൊടുക്കുന്നത്, പിന്നെ അത് മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതുകൂടാതെ എന്താണ്, വാക്സിനേഷൻ ഓഫ് അഡൾട്ട്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിസ്ക് ഗ്രൂപ്പ്. അഡൾട്ടിൻ്റെ വാക്സിനേഷൻ നടക്കുന്ന എപ്പോഴാണ്, റിസ്ക് ഗ്രൂപ്പിലൊക്കെയാണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫോർ മിലിറ്ററി റിക്രൂട്ട്സ്, ഇൻ്റർനാഷണൽ ട്രാവലേഴ്സ്, ആനിമൽ കീപ്പേഴ്സ്, മിലിറ്ററി പേഴ്സണൽസ്, അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. സിവിലിയൻസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വാക്സിനേഷൻ നമുക്ക് 100% എഫക്റ്റീവ് അല്ല എന്ന് പറയാം, പക്ഷേ ഒരുപാട് എഫക്റ്റീവാണ്. ബട്ട് 100% പറയാൻ പറ്റില്ല. ചില റെസിപ്പിയൻസ് എന്ത് ചെയ്യില്ല, ഫുള്ളായിട്ട് എന്ത് ചെയ്യില്ല, അതിന് റെസ്പോണ്ട് ചെയ്യില്ല. ഓക്കെ, സോ പക്ഷേ നമുക്ക് എന്ത് പറയാം, മെജോറിറ്റി പോപ്പുലേഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വാക്സിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരിൽ ആ ഡിസീസ് ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ വൈറസ് എഫക്റ്റ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കും അത് ഉണ്ടാവാനുള്ള ചാൻസ് കുറവായിരിക്കും. ആ ഫിനോമിനയാണ് പറയുന്ന പേരാണെന്ത്, ഹേർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിന്, അതായത് ചാൻസ് ടു സസെപ്റ്റബിൾ ഇൻഡിവിജ്വൽ കോൺടാക്റ്റിങ് ആൻഡ് ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽ വളരെ കുറവായിരിക്കും. അതിനാണ് എന്ത് പറയുക, ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്രയാണ് ഇമ്മ്യൂണൈസേഷൻ്റെ കാര്യം പറയാനുള്ളത്. 2 കാര്യങ്ങൾ പറഞ്ഞു, പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആൻഡ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാക്സിൻസ് ആണ് സെമിനാറിൻ്റെ ടോപ്പിക്കാണ്, അപ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു.